ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ മാർവലിൻ്റെ എക്കോ എന്ന സീരീസ് റിലീസായി എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വന്ന് നമ്മുടെ MCUവിൻ്റെ ഫസ്റ്റ് TV മെച്ചുവേർഡ് ആയിട്ടുള്ള സീരീസാണ്. കൂടാതെ എല്ലാ എപ്പിസോഡും ഒരുമിച്ചാണ് അവർ വിട്ടത്. അപ്പം എങ്ങനെയുണ്ട് ഈ സീരീസ്? കൊള്ളായിരുന്നു. മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ആക്ച്വലി എനിക്ക് വന്ന ഈ ഒരു സീരീസിന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ട്രെയിലറൊക്കെ കൊള്ളായിരുന്നു. കുറച്ച് ഡാർക്കായിട്ടും നല്ല വയലൻസും ഒക്കെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ചത്. പിന്നെ TV മെച്ചുവേർഡ് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറെ ലെവലിൽ ഒരു ആക്ഷൻ പാക്കേജഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. കൂടാതെ ഡാർഡെവിലുണ്ട്, കിങ് പിൻ ഉണ്ട്. അപ്പം പൊളിയായിരിക്കും സംഭവം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് വന്ന് ആക്ച്വലി ഈ സീരീസ് ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഓക്കെ, ഈ സീരീസ് വന്ന് ഭയങ്കര മോശമൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഗംഭീരമൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സീരീസാണ് എക്കോ എന്ന് വെച്ചാൽ. പക്ഷേ തീരെ മോശമല്ല. നമ്മുടെ ഷീ ഹൾക്ക്, മിസ് മാർവൽ പോലെ അത്ര മോശം സാധനമൊന്നുമല്ല. പക്ഷേ ഇത് എന്താ പറയുക, ആ ഒരു പ്രതീക്ഷിച്ച ലെവലിൽ ഇതില്ലായിരുന്നു. ഇത് TV മെച്ചുവേർഡ് എന്നൊക്കെ പറയുമ്പം ആ ലെവലിലുള്ള സാധനം ആക്ച്വലി എക്കോയിലില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ഫോക്കസ്ഡ് ആരെയെന്ന് വെച്ചാൽ നമ്മുടെ മായ ലോപ്പസ്, എക്കോ എന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്താണ് പോയത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഓറിജിനാണ് ഈ ഒരു സീരീസിൽ അവർ എടുത്ത് പറഞ്ഞത്. സോ ആ ഓറിജിൻ പറഞ്ഞതൊക്കെ കൊള്ളായിരുന്നു. ഓക്കെ, മായ ലോപ്പസ് എന്ന ക്യാരക്ടറിന് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ സീരീസ് ആക്ച്വലി പ്രതീക്ഷിച്ച് കണ്ടതെന്ന് വെച്ചാൽ ആക്ഷന് വേണ്ടിയാണ്, സൂപ്പറായിട്ടുള്ള ആക്ഷന് വേണ്ടിയാണ് പ്രതീക്ഷിച്ച് കണ്ടത്. പക്ഷേ ആക്ഷൻ ഒന്നും ഈ സീരീസിൽ അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു. ഓക്കെ, അതായത് അവിടെ തട്ടി ചെറിയ ആക്ഷൻ സീക്വൻസേ ഉള്ളൂ. ഓക്കെ, ഒന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ആക്ഷൻ സീക്വൻസ് ഒന്നും ഈ ഒരു സീരീസിലില്ലായിരുന്നു. പിന്നെ ഇതിലിപ്പോൾ നിറയെ പേര് ഈ സീരീസ് കാണാനുള്ള മെയിൻ റീസൺ ഡാർഡെവിലാണ്. നമ്മൾ ആൾറെഡി ട്രെയിലറിൽ കണ്ടതാണ്. ഡാർഡെവിലുമായിട്ടൊരു ഫൈറ്റ് സീനുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചാൽ അത് ഭയങ്കര വലിയ ഫൈറ്റ് സീനായിരിക്കും എന്നാണ്. ഫൈറ്റ് കൊള്ളായിരുന്നു, പക്ഷേ ഷോർട്ടായിപ്പോയി, ഭയങ്കര ഷോർട്ടായിപ്പോയി. അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ ഫൈറ്റ് ചെയ്യും. ഈവൻ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫൈറ്റ് ഓർമ്മയിൽ വരില്ല. അത്രത്തോളം ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഫൈറ്റ് സീനായിരുന്നു ഡാർഡെവിലിൻ്റെ. പിന്നെ ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആക്ട്രസ്സാണ്. ഈ ഒരു മായ ലോപ്പസായിട്ട് അഭിനയിച്ച ആക്ട്രസിൻ്റെ പെർഫോമൻസ് സൂപ്പറായിട്ട്. റിയൽ ലൈഫിലെ ആക്ട്രസ് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. പിന്നെ വന്ന് കിങ് പിൻ. സോ കിങ് പിൻ വന്ന് ആക്ച്വലി സീരീസിൽ കിങ് പിൻ എങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ എന്താ പറയുക, മോശമായിട്ട് കാണിച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര സൂപ്പറായിട്ട് കാണിച്ചെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അടുത്തിൻ്റെ സ്പൈഡർമാൻ്റെ ഒരു വലിയ വില്ലൻ ഈ കിങ് പിന്നാണ്. പക്ഷേ ആ ലെവലിനൊരു ഇമ്പാക്റ്റ് കിങ് പിന്നിൽ ഉണ്ടാക്കാത്ത പോലെ ഞാൻ തോന്നി. ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ കിങ് പിൻ ഭയങ്കരമായിട്ടിരിക്കും. അത്രത്തോളം ഒരു ലെവലിൽ എത്തിയില്ല. പക്ഷെ എന്നാൽ അവർ കഴിയുന്നത്ര രീതിയിൽ കിങ് പിന് ഒരുവിധം സൂപ്പറായിട്ട് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ കിങ് പിൻ വരുമ്പോൾ നമുക്കൊരു ചെറിയ പേടി തോന്നും, ഇവ അടുത്ത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. പക്ഷേ എന്താണ് കിങ് പിൻ്റെ ലക്ഷ്യമെന്ന് ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് പിടികിട്ടില്ലേ. ഇവ എന്തിനാണ് ഈ മായ ലോപ്പസിൻ്റെ പിറകെ നടക്കുന്ന ഒരു ഐഡിയയും കിട്ടില്ല. സോ അതിനൊന്നും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുത്തില്ലെന്നേ പറയാൻ പറ്റൂ. എന്താ പറയുക, ഈ സീരീസ് വന്ന് ആക്ച്വലി എന്താ പറയുക, ഒരു ഫാമിലി ഡ്രാമ പോലെയാണ് പോയത്. സോ ഓക്കെ, ഇവരെ ഫാമിലി ഫോക്കസ് ചെയ്താണ് ഈ സീരീസ് പോയത് മായ ലോപ്പസിൻ്റെ. അതും അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സീരീസിൽ വന്ന് ആക്ച്വലി അവരൊരു ഓറിജിൻ പറയുന്നുണ്ട്. ഈ ഒരു മായ ലോപ്പസിൻ്റെ ആ ഒരു ആൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഓറിജിൻ. അവർ വന്ന് എന്തോ ഒരു കേവിൻ്റെ ഉള്ളിലൊക്കെ താമസിച്ച ആൾക്കാരാണ്, അവർക്ക് വന്ന് ചില സ്പെഷ്യൽ പവറൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് കാണിച്ചത്. പക്ഷെ അതൊന്നും പിടിയിട്ടില്ല. എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കണതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. അങ്ങനെ ഒരു ഇതാണ് അവർ കൊടുത്തത്, ഓറിജിനാണ് കൊടുത്തത്. അതിപ്പം കാണുന്ന സമയത്ത്, ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് നമുക്കൊരു തേങ്ങ മനസ്സിലാവില്ല, അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല ഈ ഒരു സീരീസിൻ്റെ ആ ഒരു എൻഡിങ്ങും അത്ര സൂപ്പറായിട്ടുണ്ടായില്ല. ക്ലൈമാക്സ് വന്ന് വളരെ മോശമായി പോയിന്റ് ഞാൻ പറയും. വളരെ സിമ്പിളാക്കി കാണിച്ചാണ്. സാധാരണ ഒരു MCUവിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അതേപോലെയാണ് ഇതിൽ നടന്നത്. സോ ഞാൻ ഇതിൽ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് വേറെ രീതിയിൽ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതും ലാസ്റ്റ് കറങ്ങിത്തെറിഞ്ഞ് MCUവിൽ പോലത്തെയാണ് കൊണ്ട് അവസാനിച്ചത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കിങ് പിൻ വന്ന് എന്താ പറയുക, കുറച്ച് വീക്കാക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് കുറച്ചും കൂടി സീരീസ് നന്നാക്കായിരുന്നു. അതിനുള്ള ഒരു പൊട്ടൻഷ്യലിലുള്ള സ്റ്റോറി ഇവർക്കുണ്ടായിരുന്നു. കോമിക്സിലൊക്കെ ഡാർഡെവിലും എക്കോയും തമ്മിൽ വെച്ച് വലിയ കഥകളൊക്കെ പോകും. സോ അതൊന്നും ഇതിൽ പറഞ്ഞില്ല. ഇത് വന്ന് അവർ വേറൊരു ട്രാക്കിൽ എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ച് അവസാനം ഇത് വേറെ എവിടെയോ ചെന്ന് അവസാനിച്ചൊരു രീതിയിലാണ് എക്കോ ഉള്ളത്. ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ സ്പൈഡർമാൻ 4ൻ്റെ ഒരു ലീഡ് എക്കോയിലുണ്ട്. ഓക്കെ, ലാസ്റ്റ് വന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്പോയിലറാം, താല്പര്യമില്ലാത്തൊക്കെ സ്കിപ്പ് ചെയ്യാം. സോ അതായത് നമ്മുടെ കിങ് പിൻ വന്ന് ലാസ്റ്റ് ആ ഒരു ഇലക്ഷന് നിൽക്കാനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മേയറിൻ്റെ ആ ഒരു ഇത് നടക്കാനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കിങ് പിൻ നോക്കാനായിട്ടുണ്ടായിരുന്നു. സോ ഇനി സ്പൈഡർമാൻ 4ൽ കിങ് പിൻ മേയറാവും. ആ രീതിയിൽ സ്റ്റോറി പോവും. സോ ഓൾറൗണ്ട് എക്കോ എന്ന സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് സീരീസാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സീരീസാണ്. എന്താ പറയുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ആക്ഷനൊന്നും ഇല്ല, ചെറിയ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അത്ര ഭയങ്കരമൊന്നും ഇല്ല. ഓക്കെ, ഒരു
ഒരു ഫാമിലി ഡ്രാമ പോലെ ഇരിക്കും. സോ വേണമെങ്കിൽ കാണുക, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ആൾറെഡി എക്കോ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചില ആദ്യം പറ്റാൻ കാര്യങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്.